ഗുഡ് മോർണിംഗ്. സുഹൃത്തുക്കളെ, ആദ്യമായിട്ട് ഈ വിഷൻ 2031 പ്രോഗ്രാമിൽ നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കാത്തതിൽ ഉള്ള ഖേദം രേഖപ്പെടുത്തുന്നു. വിഷൻ 2031 ഭാഗമായിട്ട് കഴിഞ്ഞ വർഷം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ വകുപ്പുകൾ നടത്തിയിരുന്ന അനവധി കോൺക്ലേവുകളിൽ ഓൺലൈനായിട്ട് പങ്കെടുക്കാനുള്ള അവസരമുണ്ടായി. പല വിഷയങ്ങളിലേക്കും എഴുതി ഇൻപുട്സ് കൊടുക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അത് കൺസോളിഡേറ്റ് ചെയ്ത് ഒരു വിഷൻ 2031 കോൺഫറൻസ് നടത്തുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൺസോളിഡേറ്റ് ചെയ്ത ഡ്രാഫ്റ്റ് ഡോക്യുമെൻ്റ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ഈ കോൺഫറൻസിൻ്റെ സമയത്തോ അതിനുശേഷമോ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഇന്ന് എന്നോട് സംസാരിക്കാൻ പറഞ്ഞിരിക്കുന്നത് എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി ആൻഡ് ക്ലൈമറ്റ് റെസിലിയൻസ് എന്ന് പറയുന്ന വിഷയത്തെ പറ്റിയാണ്. വിഷയത്തെപ്പറ്റി സംസാരിക്കാനായിട്ട് എനിക്കേറെ സന്തോഷമുണ്ട്. കേരളത്തിലെ പരിസ്ഥിതിയെ പറ്റി പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ചിന്തിക്കുന്നത്, പൊതുവെ പരിസ്ഥിതിയെപ്പറ്റി നമ്മൾ പറയുമ്പോൾ ഒരു നെഗറ്റീവ് ഇമേജാണ് നമുക്കുള്ളത്. പണ്ടുള്ള പ്രിസ്റ്റൈനായിട്ടുള്ള ഒരു പരിസ്ഥിതിയൊക്കെയും കാര്യങ്ങൾ മോശമാണ് എന്നൊരു ചിന്തയാണ് പൊതുവെ ലോകത്തെവിടെയും നമുക്കുള്ളത്. പക്ഷെ ഞാൻ വളർന്നു വന്ന ഞാൻ കണ്ട കേരളത്തെ ഞാൻ നോക്കുമ്പോൾ കാര്യങ്ങൾ നേരെ തിരിച്ചാണ്. അപ്പോൾ വിഷൻ 2031 പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ പരിസ്ഥിതി ഒരു റിക്കവറിയുടെ പാതയിലാണ്, അതൊരു നാശത്തിൻ്റെ പാതയിലല്ല. അപ്പോൾ ആ റിക്കവറിയെ എങ്ങനെ ഓഗ്മെൻറ്റ് ചെയ്യാമെന്നുള്ളതായിരിക്കണം നമ്മളുടെ ലക്ഷ്യം. ആ തരത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റോടെ വേണം പരിസ്ഥിതിയെ പറ്റിയിട്ടുള്ള നമ്മളുടെ ചിന്ത നമ്മൾ കൊണ്ടുപോകാൻ എന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. കേരളത്തിലെ പരിസ്ഥിതി കാര്യങ്ങൾ പൊതു മുന്നോട്ടാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് ഒരുപക്ഷെ അതിശയമായിട്ട് തോന്നിയെന്ന് വരാം, പ്രത്യേകിച്ച് യങ്ങറായിട്ടുള്ള ആളുകൾക്ക്. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ നാട് വെങ്ങോല, പെരുമ്പാവൂർ, എറണാകുളം ജില്ലയിൽ എവിടെ ട്രാവൽ ചെയ്യുമ്പോഴും നമ്മൾ ഇന്ന് കാണുന്ന ഹരിതാഭയും പച്ചപ്പും ഒന്നും അവിടെ ഇല്ല. അതിനൊരു കാരണമുണ്ട്. കാരണം അന്ന് നമ്മളുടെ കുക്കിംഗ് എന്ന് പറയുന്നത് മിക്കവാറും വുഡ് ബേസ്ഡ് ആയിരുന്നു. അപ്പോൾ മരങ്ങളെല്ലാം തന്നെ വിറകിനായിട്ട് ഉപയോഗിക്കുന്നു. കെട്ടിടം പണിയാനായിട്ട് മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നു. വീട്ടിലൊരു ആവശ്യമുണ്ടായി കഴിഞ്ഞാൽ വീട്ടിലെ മരങ്ങൾ ഒരു ക്യാഷ് റിസർവാണ്. പാടത്ത് വളമിടാനായിട്ട് മരങ്ങളിൽ നിന്നാണ് ചവർ വെട്ടുന്നത്. ഇങ്ങനെ പലതരത്തിൽ ആയി വനമല്ല തടികളെല്ലാം വെട്ടി നശിപ്പിച്ച് ഒരു കാലമായിരുന്നു. വനത്തിലും അന്ന് കൂപ്പും ലേലവും ഒക്കെ ഉള്ളതുകൊണ്ട് വനവും വെട്ടി നശിപ്പിച്ചുകൊണ്ടിരുന്ന കാലമാണ്. വനത്തിലേക്ക് ആളുകൾ കുടിയേറാനായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. ഇത് മരത്തിൻ്റെ കാര്യം മാത്രമല്ല. അപ്പോൾ നമ്മൾ കൃഷി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1960കളിൽ 8 ലക്ഷം ഹെക്ടർ നെൽകൃഷി ഉണ്ട് എന്നാണ് പറയുന്നത്. അത് ഇപ്പോൾ 2 ലക്ഷം ഹെക്ടറിലേക്ക് വന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? 6 ലക്ഷം ഹെക്ടർ ഇപ്പോൾ കൃഷിയില്ല. അതിൽ 1 ലക്ഷം ഹെക്ടർ ഒരുപക്ഷെ നികത്തി പോയിട്ടുണ്ടെങ്കിൽ പോലും ബാക്കിയുള്ള 5 ലക്ഷം ഹെക്ടർ പഴയതുപോലെ പ്രകൃതിയിലേക്ക് മടങ്ങുന്നൊരു സാഹചര്യമാണ്. നമുക്ക് ചിന്തിക്കുന്ന ആളുകളുണ്ട്, കേരളത്തിൽ നെൽകൃഷി തിരിച്ചു കൊണ്ടുവരണം, അതാണ് ശരിയെന്നല്ല. പക്ഷേ ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളോ അങ്ങനെ വിശ്വസിക്കുന്ന ആളോ അല്ല. കേരളത്തിൽ ഇനി നെൽകൃഷി തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷയൊന്നും എനിക്കില്ല. കേരളത്തിൽ ഇപ്പോൾ ലഭ്യമായ, കേരളത്തിൽ എവിടെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴും കാണുന്ന ലക്ഷക്കണക്കിന് ഏക്കർ നെൽപ്പാടങ്ങൾ, അതിനെ ഒരു തണ്ണീർത്തടമായിട്ട് എങ്ങനെ തിരിച്ച് പ്രകൃതിയിലേക്ക് മടക്കിയെടുക്കാം എന്നുള്ള തരത്തിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതിന് അനവധി ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ UK എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ നാഷണൽ പാർക്കുകൾ മുഴുവൻ ഉണ്ടായത് ഇതുപോലൊരു സാഹചര്യത്തിലാണ്. കൃഷി അല്ലാതാവുകയും
കൃഷിക്കാർ കുറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കൃഷിഭൂമികളെ കൺസോളിഡേറ്റ് ചെയ്ത് ആണ് നാഷണൽ പാർക്കിനുള്ള ഫൗണ്ടേഷൻ ഉണ്ടാക്കിയത്. എങ്ങനെയാണ് ഇപ്പോൾ തരിച്ചു കിടക്കുന്ന ഏതാണ്ട് 6 ലക്ഷം ഹെക്ടറോളം അല്ലെങ്കിൽ 5 ലക്ഷം ഹെക്ടറോളം നെൽപ്പാടങ്ങൾ നമുക്ക് തിരിച്ച് പ്രകൃതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്? ഇവിടെ പ്രധാനമായിട്ടുള്ള പ്രശ്നം അതിൻ്റെ ഹൈഡ്രോളിക് കണക്ടിവിറ്റി, കണ്ടക്ടിവിറ്റി, കൂടാതെ ഇൻവേസീവ് സ്പീഷീസിൻ്റെ വരവ്, ടേക്ക് ഓവർ ഇവയാണ്. ഫെർട്ടിലൈസറിൻ്റെ ഉപയോഗം തീരെ ഇല്ലാതാകുന്നു, പെസ്റ്റിസൈഡിൻ്റെ ഉപയോഗം തീരെ ഇല്ലാതെയാകുന്നു, ഗ്രൗണ്ട് വാട്ടറിൻ്റെ ആവശ്യകത കുറയുന്നു. ഇതെല്ലാം പോസിറ്റീവ് ഫാക്ടേഴ്സാണ്. ആ സമയത്ത് വളർന്നു വരുന്ന പ്രകൃതി എന്ന് പറയുന്നത് ഇൻവേസീവ് സ്പീഷീസിൻ്റെ ഒരു ആഘാതം അവിടെയുണ്ട്. 2031 ഞാൻ ചിന്തിക്കുമ്പോൾ ആദ്യമായിട്ട് എൻ്റെ മനസ്സിൽ വരുന്നത് എങ്ങനെയാണ് നമ്മളുടെ തണ്ണീർത്തടങ്ങളെ, കൃഷിഭൂമിയെ തണ്ണീർത്തടങ്ങളാക്കി മാറ്റി എടുക്കുന്നത്, അവിടെ ഇൻവേസീവ് സ്പീഷീസിൻ്റെ കടന്നുവരവ് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത് തന്നെയാണ്. പരിസ്ഥിതിയുടെ കാര്യത്തിൽ ഒട്ടും ആശാവഹമല്ലാത്ത ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മളുടെ അർബനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട അർബൻ എൻവയോൺമെൻറ്റാണ്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ റൂറൽ എൻവയോൺമെൻറ്റ് പൊതുവെ നന്നായി വരികയാണ്. നമ്മളുടെ നെൽകൃഷിയുടെ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു. നെൽകൃഷി മാത്രമല്ല, കരയിലെ കൃഷി, എസ്റ്റേറ്റുകൾ ഉൾപ്പെടെ കൃഷി ഇല്ലാതാകുന്നു, അത് പ്രകൃതിയിലേക്ക് മടങ്ങുന്നു. പ്രകൃതി നമ്മളിലേക്ക് കടന്നു കയറുന്ന ഒരു സാഹചര്യം തന്നെയുണ്ട്. ഒരു ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റിലേക്ക് വരുന്നൊരു സാഹചര്യം തന്നെയുണ്ട്. അത് കൈകാര്യം ചെയ്യേണ്ട ഒരു ആവശ്യകത നമുക്ക് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ ഇന്ന് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അർബൻ എൻവയോൺമെൻറ്റാണ്. കേരളം വളരെ റാപ്പിഡായിട്ട് നഗരവൽകൃതമാകുമ്പോഴും നല്ല ജീവിത സാഹചര്യങ്ങളുള്ള നഗരങ്ങൾ കേരളത്തിലോ ഇന്ത്യയിലോ ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കൃത്യമായിട്ടുള്ള ഖരമാലിന്യ, ജലമാലിന്യ പ്രശ്നങ്ങൾ ഒഴിവാക്കിയ, ട്രാഫിക് കൃത്യമായി ഒഴുകുന്ന നഗരങ്ങൾ ഇന്ന് കേരളത്തിലില്ല. കേരളത്തിലെ എല്ലാ നഗരങ്ങളും ഒരു ട്രാഫിക് ജാമാണ്. കേരളത്തിലെ പല വലിയ റോഡുകളെല്ലാം തന്നെ ഒരു വലിയ ട്രാഫിക് ജാമാണ് എന്ന് നമുക്ക് പറയാം. പക്ഷെ അതിലപ്പുറം ഖരമാലിന്യങ്ങളുടെ കൈകാര്യം ചെയ്യൽ, ജലമാലിന്യം, സ്വീവേജിൻ്റെ കൈകാര്യം ചെയ്യൽ, കേരളത്തിൽ ഒരു നഗരത്തിൽ പോലും ആധുനികമായിട്ടുള്ള, ഇന്ന് വേൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന, പക്ഷേ കഴിഞ്ഞ 50 വർഷമെങ്കിലും ലോകം കൈകാര്യം ചെയ്യുന്ന ഒരു സ്വീവേജ് കളക്ഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം ഇല്ല എന്നുള്ളത് നമ്മളെ തീർച്ചയായിട്ടും വിഷമിപ്പിക്കേണ്ടതാണ്. 2031 പറ്റി ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലെ എല്ലാ നഗരങ്ങളിലും, വലിയ നഗരങ്ങളിലും ചെറിയ നഗരങ്ങളിലും ഒരു ഇൻ്റഗ്രേറ്റഡ് സ്വീവേജ് മാനേജ്മെൻറ്റ് പ്ലാൻ ഉണ്ടായിരിക്കണമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഇതുപോലെ തന്നെയാണ് കേരളത്തിലെ ഖരമാലിന്യങ്ങളുടെ സംസ്കരണത്തിൻ്റെ കാര്യവും. കേരളത്തിലെ ഖരമാലിന്യ സംസ്കരണം ഇപ്പോൾ ഒരു ഐഡിയോളജിക്കൽ ഫൈറ്റിൽ കിടക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ മാലിന്യം നിങ്ങളുടെ ഉത്തരവാദിത്വം എന്നുള്ള മട്ടിൽ ജനങ്ങളിലേക്ക് ഉത്തരവാദിത്വം തിരിച്ചുവിടുകയാണ്. ഇതിന് ശാസ്ത്രീയമായ വലിയ അടിത്തറയൊന്നുമില്ല. എൻ്റെ വീട്ടിൽ ബാറ്ററിയോ ട്യൂബ് ലൈറ്റോ ഉണ്ടെങ്കിൽ അത് എൻ്റെ ഉത്തരവാദിത്വമാണ്. പക്ഷെ എനിക്കതിന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഖരമാലിന്യ കൈകാര്യം ചെയ്യുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രവൃത്തിയാണ്. അത് ചെയ്യാൻ പുതിയ സാങ്കേതിക വിദ്യകളുടെ ആവശ്യമുണ്ട്, സാങ്കേതിക വിദഗ്ധരുടെ ആവശ്യമുണ്ട്, അതിനുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൻറ്റേഴ്സിൻ്റെ ആവശ്യമുണ്ട്. ഇത് വേണ്ട തരത്തിൽ ചെയ്യാതെ ഉത്തരവാദിത്വം തിരിച്ച് ഉപയോഗിക്കുന്ന ആളിലേക്ക് കൊടുക്കുന്നത് ശരിയായൊരു നടപടിയല്ല. കേരളത്തിൽ ആധുനികമായിട്ടുള്ള, ഇന്ന് വേൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് സംവിധാനങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കണം. വിഷൻ 2031 ഭാഗമായി ഞാൻ ചിന്തിക്കുമ്പോൾ കേരളത്തിലെ ചെറിയ നഗരങ്ങളിൽ ഉൾപ്പെടെ ഓരോ നഗരത്തിലും ഒരു റിസോഴ്സ് റിക്കവറി സെൻറ്റർ ഉണ്ടായിരിക്കണം. ആ നഗരങ്ങളിൽ
റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും റീസൈക്കിൾ ചെയ്യണം, കമ്പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മുഴുവൻ കമ്പോസ്റ്റ് ചെയ്യണം. പക്ഷേ ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇൻസിനറേറ്റ് ചെയ്യാനും വേസ്റ്റ് ടു എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാനുമുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ടാകണം. ഈ കാര്യങ്ങളോട് നമ്മളൊരു ആശയപരമായ ഒരു ഐഡിയോളജിക്കലായിട്ടുള്ളൊരു എതിർപ്പുമായി നിലനിൽക്കുന്നതിൽ കാര്യമില്ല. അങ്ങനെ നിലനിൽക്കുന്നതാണ് കേരളത്തിൽ നഗരങ്ങളെ ജീവിതയോഗ്യമല്ലാതാക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.